ഇപ്പോൾ പൂളാടിക്കുന്നിൽ നിന്ന് റമീസ് മുഹമ്മദ് കൂടി ചേരുന്നുണ്ട്. റമീസ്, അവിടെയുള്ള ക്രമീകരണങ്ങൾ അത് ഇപ്പോൾ ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? പൂളാടിക്കുന്ന് ജംഗ്ഷനിലാണ്. ഇവിടെ നിന്നുമാണ് ഔദ്യോഗികമായി വിലാപയാത്ര, അർജുനുമായുള്ള വിലാപയാത്ര ആരംഭിക്കുക. തുടർന്ന് കണ്ണാടിക്കൽ ബസാറിലും തുടർന്ന് അർജുൻ്റെ വീട്ടിലുമായാണ് പൊതുദർശനവും സംസ്കാരവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ലോറി ഡ്രൈവർമാരുടെ അകമ്പടിയോട് കൂടിയായിരിക്കും അർജുനുമായുള്ള അർജുൻ്റെ മൃതദേഹവുമായുള്ള വിലാപയാത്ര ആരംഭിക്കുക. നിലവിൽ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ നിന്ന് മന്ത്രിയുടെയും MLA-മാരുടെയും നേതൃത്വത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. അത് ഉടൻ തന്നെ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറോട് കൂടി തന്നെ ഈ പൂളാടിക്കുന്ന് ജംഗ്ഷനിലേക്ക് എത്തും. എന്തായാലും ഈ വഴിയോരങ്ങളിലെല്ലാം തന്നെ അർജുനായുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള നിരവധി ആളുകൾ കാത്തിരിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഈ അർജുൻ എന്ന് പറയുന്നത് ഈ ഒരു 72 ദിവസങ്ങൾക്കിടയിൽ നമുക്കറിയാം ഒറ്റ മനസ്സോടെ കേരളം ഒന്നാകെ കാത്തിരുന്ന ഒരു കേരളത്തിൻ്റെ മകനായി കാത്തിരുന്നതായിരുന്നു. എവിടെ അർജുൻ എന്ന ചോദ്യം എപ്പോഴും മനസ്സുകളിലുണ്ടായിരുന്നു. ആ ചോദ്യത്തിനൊരു ഉത്തരം 72 ദിവസങ്ങൾക്ക് ഇപ്പുറം ലഭിക്കുമ്പോൾ അല്പം വേദനയുണ്ടെങ്കിലും ആ ഒരു സാധ്യമല്ലെങ്കിലും ചെറിയൊരു പ്രതീക്ഷ ജനങ്ങളെല്ലാം തന്നെ വെച്ചിരുന്നു. അർജുൻ എവിടെ എന്ന ചോദ്യം, ആ ചോദ്യത്തിനുള്ളൊരു ഉത്തരം 72 ദിവസങ്ങൾക്ക് ഇപ്പുറം ലഭിക്കുമ്പോൾ ആ ഒരു വേദനയോട് കൂടിയാണെങ്കിലും അതിനൊരു ഉത്തരം കിട്ടിയിരിക്കുകയാണ്. അത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ജനപ്രതിനിധികളും സർക്കാരും ഒക്കെയും തന്നെ സമാനതകളില്ലാത്ത വിധത്തിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ട് കൃത്യമായ ഇടപെടലുകളിലൂടെ നടത്തിയ പരിശ്രമത്തിൻ്റെ ഫലമായിരുന്നു അർജുൻ നമ്മളിലേക്ക് തിരിച്ചെത്തിയത്. അർജുൻ്റെ യാത്ര അന്ത്യയാത്രയാണെങ്കിൽ കൂടിയും ആ യാത്രയ്ക്ക് ആ ഒരു കാത്തിരിപ്പിന് ഇപ്പോൾ നിരവധി ആളുകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഈ കഴിഞ്ഞ 72 ദിവസങ്ങളിൽ ആ കുടുംബം അനുഭവിച്ച വേദന അത് നമ്മളെല്ലാവരും കണ്ടതായിരുന്നു. ആ കുടുംബവും പിഞ്ചു കുഞ്ഞിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒക്കെയും തന്നെ നമ്മൾ പലയിടങ്ങളിൽ കണ്ടതാണ്. അർജുന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, പ്രതീക്ഷകൾ അതൊക്കെയും തന്നെ വിവിധ ഇടങ്ങളിൽ നിന്ന്, കാരണം അത് കേരളത്തിൻ്റെ പ്രിയപ്പെട്ടവനായി അർജുനെ മാറ്റുകയും അവന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. ഇതിനിടയിൽ പല സംഭവവികാസങ്ങൾ ഈ ഒരു 2.5 മാസത്തിനുള്ളിൽ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിനിടയിലൊക്കെയും തന്നെ ആളുകൾ ചോദിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു അർജുൻ എവിടെയെന്നുള്ളത്. അതിനുള്ളൊരു ഉത്തരമാണ് അന്ത്യയാത്രയായിക്കൊണ്ട് അർജുൻ എത്തുകയാണ്. ഇനി ആ അന്ത്യവിശ്രമം ഇനി അർജുൻ്റെ വീട്ടിൽ തന്നെ, അർജുൻ്റെ കണ്ണാടിക്കലുള്ള തൻ്റെ വീടിൻ്റെ വസതിക്ക് തൊട്ടിപ്പുറത്ത് തന്നെ സംസ്കാരം നടക്കും. എന്തായാലും ഈയൊരു യാത്രയിൽ അർജുനെ അനുഗമിക്കുന്നതിനായി, അർജുൻ്റെ മൃതദേഹത്തിന് അകമ്പടി ചേരാനായി നിരവധി ആളുകളാണ് നിലവിൽ ഈ പൂളാടിക്കുന്ന് ജംഗ്ഷനിൽ തന്നെ എത്തിയത്. ഇനി വഴിയോരങ്ങളിലെല്ലാം തന്നെ ഈ ഒരു ആൾക്കൂട്ടം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് ഒരു അരമുക്കാൽ മണിക്കൂറോട് കൂടി തന്നെ അർജുൻ്റെ മൃതദേഹം പൂളാടിക്കുന്ന് ജംഗ്ഷനിലെത്തും. മുൻപ് പലതവണ അർജുൻ ഇത്തരത്തിൽ യാത്രകൾ പോയിരുന്നെങ്കിൽ ആ യാത്രയിൽ തിരിച്ച് ഇവിടെ നാട്ടിലേക്ക് എത്തുമ്പോൾ ഒരു പ്രതീക്ഷ ആ കുടുംബത്തിനുണ്ടായിരുന്നു, ഒരു സന്തോഷമുണ്ടായിരുന്നു. ആ സന്തോഷമൊന്നും തന്നെ ഇനി ഉണ്ടാവില്ല എന്നുള്ള ഒരു വേദന നിറഞ്ഞൊരു വസ്തുതയുണ്ട്. എങ്കിലും ഈ ഒരു കാത്തിരിപ്പിന് എവിടെ എന്ന ഉത്തരമില്ലാത്തൊരു ചോദ്യമുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ചോദ്യത്തിന് ഉത്തരമുണ്ട് എന്നൊരാശ്വാസം മാത്രമേ നിലവിൽ ഉള്ളൂ. എന്തായാലും ഈ ഒരു സംസ്കാരത്തിന് വേണ്ടിയും അതിനുവേണ്ടി വിലാപത്തിന് വേണ്ടിയുള്ള വിലാപയാത്രയ്ക്ക് വേണ്ടിയുള്ള ചടങ്ങുകളൊക്കെ തന്നെ ഇവിടെ സജ്ജീകരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അർജുനെക്കുറിച്ച് നമ്മൾ ഇത്രയും ദിവസങ്ങളൊക്കെയും തന്നെ കേട്ടുകൊണ്ടിരുന്നതാണ് അർജുൻ എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു ജനങ്ങൾക്ക് എന്നുള്ളത്. അത് ഇവിടെ വന്നിരിക്കുന്ന ഒരാൾക്കൂട്ടത്തിൻ്റെയൊക്കെയും തന്നെ ആ ആൾക്കൂട്ടത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. നിലവിൽ ഇപ്പോൾ അർജുൻ്റെ സുഹൃത്തുക്കളൊക്കെയും തന്നെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ കണ്ണാടിക്കലേക്ക് പോവുക. അധിക നേരം അർജുൻ്റെ മൃതദേഹവുമായുള്ള ഒരു യാത്ര നീണ്ടു നിൽക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെട്ടെന്ന് ചടങ്ങുകൾ പൂർത്തീകരിക്കാനുള്ള ഒരു സജ്ജീകരണങ്ങളാണ് ഇവിടെയൊക്കെയും തന്നെ ഒരുക്കിയിട്ടുള്ളത്. അതിനുള്ള നടപടിക്രമങ്ങളൊക്കെയും തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ പൂളാടിക്കുന്നിലേക്ക് അർജുൻ്റെ മൃതദേഹം എത്തിയാൽ മാത്രം മതി.
തീർച്ചയായും രമേശ് സൂചിപ്പിച്ചതുപോലെ ഈ കഴിഞ്ഞുപോയ 72 ദിവസങ്ങൾ മലയാളികളുടെ മനസ്സിൽ സുപരിചിതനായിരുന്നു അർജുൻ എന്ന ചെറുപ്പക്കാരൻ. നമ്മുടെ എല്ലാം പ്രാർത്ഥനയിൽ ഉൾപ്പെട്ടിരുന്നു അർജുന്റെ തിരിച്ചുവരവ്. എന്നാൽ ആ പ്രാർത്ഥനകളെല്ലാം തന്നെ വിഫലമാക്കിക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ വാർത്ത നമ്മളിലേക്ക് എത്തിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു വെച്ചതടക്കം നാടിനും വീടിനും പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ എന്ന ആ ചെറുപ്പക്കാരൻ. ഒരുപക്ഷെ ഈ കാണുന്ന ആൾക്കൂട്ടം അത് തെളിയിക്കുന്നത് കൂടിയാണ്. ജനപ്രതിനിധികളടക്കം നിരവധി ആളുകളാണ് അർജുനെ ഒരു നോക്ക് കാണാനായി അവിടേക്ക് വിവിധയിടങ്ങളിൽ വീടിലും അതുപോലെ തന്നെ ഈ പൊതുദർശന വിലാപയാത്ര ആരംഭിക്കുന്ന പൂളാടിക്കുന്നിലും നിൽക്കുന്നത്. അത് ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. റമീസ്, തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഇത്രയും ദിവസം കേട്ടുകൊണ്ടിരുന്നതൊക്കെയും തന്നെ കഴിഞ്ഞ ദിവസം അർജുൻ്റെ കൂട്ടുകാരൊക്കെയും പറഞ്ഞതാണ്. ഡിവൈഫൈ പ്രവർത്തകൻ കൂടിയായിരുന്നു അർജുൻ. അപ്പോൾ അത്തരത്തിൽ ഒരു ജനകീയ പ്രവർത്തകനായിരുന്നു. പൊതുച്ചോറ് വിതരണത്തിലൊക്കെയും തന്നെ ഈ നാട്ടിലും മറ്റ് പ്രശ്നങ്ങളിലും മറ്റ് പരിപാടികളൊക്കെയും തന്നെ വരുമ്പോൾ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചിരുന്ന ഒരു കൃത്യമായൊരു കുടുംബത്തിൻ്റെ ചുമതല ചെറുപ്പകാലത്തിൽ തന്നെ ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോയിരുന്ന അർജുൻ, ആ ഒരു ഇഷ്ടം ജനങ്ങൾക്കെല്ലാവർക്കും തന്നെ അർജുനുണ്ടായിരുന്നു. ഈ ഒരു കാഴ്ച നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും തന്നെ അർജുൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ നാട്ടുകാരിൽ നിന്നും ഞങ്ങൾക്കും കൂടി അർജുനോടുള്ള ആ ഒരു സ്നേഹം, അർജുൻ എവിടെ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അർജുന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു നാട്ടുകാരുടെ ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു ആകാംക്ഷ, ആ ഒരു പേടി, ഇതൊക്കെയും തന്നെ അതൊരു അവർക്ക് വേണ്ടി തിരച്ചിൽ നടത്തുന്ന അല്ലെങ്കിൽ അർജുന് വേണ്ടി തിരച്ചിൽ നടത്തുന്നവർക്ക് വേണ്ടിയും അർജുനെ കണ്ടെത്തുന്നതിന് വേണ്ടി സഹായിക്കുന്നവർക്കൊക്കെയും വേണ്ടി ഇവർ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സ്നേഹവായ്പ പലപ്പോഴും ഞങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മാധ്യമങ്ങളൊക്കെയും തന്നെ അർജുൻ്റെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെയും തന്നെ പോകുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളെ നന്നായി പരിശ്രമിക്കൂ, എന്താണ് എന്നുള്ള എവിടെ എന്നുള്ളൊരു ചോദ്യം. ഈ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇവർക്കൊക്കെയും തന്നെ വേണ്ടിയിരുന്നത്. കാരണം അവർക്കറിയണമായിരുന്നു അവരുടെ പ്രിയപ്പെട്ട അർജുൻ എവിടെ എന്നുള്ളത് എന്ത് പറ്റി എന്നുള്ളത്. കാരണം അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു അർജുൻ. അതുതന്നെയാണ് ഇവിടെ കാണുന്ന ആൾക്കൂട്ടവും ഇനി നമ്മൾ അങ്ങോട്ടേക്ക് കാണാൻ പോകുന്നത്. ഈ ഒരു കുറഞ്ഞ സമയത്തിലുള്ള, എനിക്ക് തോന്നുന്നു, ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ യാത്രയപ്പായിരിക്കും ഈ ഒരു അർജുന് ലഭിക്കുന്നത്. അത് നമുക്ക് കുറച്ച് നേരങ്ങൾക്കുള്ളിൽ തന്നെ കാണാവുന്നതാണ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ 19 വയസ്സ് മുതൽ വാഹനത്തിൻ്റെ ഡ്രൈവറായും മറ്റു ജോലികളൊക്കെയും തന്നെ ചെയ്ത് മുതലാളിക്കും പ്രിയപ്പെട്ട തൊഴിലാളിയായി മാറിയൊക്കെയാണ് അർജുൻ തൻ്റെ ജീവിതം മുന്നോട്ട് പോയിരുന്നത്. കുടുംബാംഗങ്ങളൊക്കെയും തന്നെ പഠിപ്പിച്ചും അവർക്കൊക്കെ തന്നെ ഉന്നതമായ നിലയിലെത്തിച്ചും കുടുംബത്തിൻ്റെ ചുമതലകളെല്ലാം തന്നെ ചെറുപ്പകാലം മുതൽ തന്നെ വഹിച്ചുകൊണ്ടാണ് അർജുൻ തൻ്റെ ജീവിതം മുന്നോട്ട് വെച്ചതും ജീവിതത്തിൻ്റെ തുടക്കകാലം മുതൽ തന്നെ മുന്നോട്ട് പോയതും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹം നാട്ടുകാരോടും അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്വം നാട്ടുകാരോടും അർജുൻ പുലർത്തിയിരുന്നു. അതുതന്നെയായിരിക്കാം അർജുനെ ഇത്രമാത്രം പ്രിയപ്പെട്ടവനാക്കിയത്. എന്തായാലും ഈ അർജുന് യാത്രാമൊഴിയേകാൻ നിരവധി ആളുകളാണ് വഴിയോരങ്ങളിലൊക്കെയും തന്നെ കാത്തിരിക്കുന്നതെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ആ ഒരു അർജുന് വേണ്ടിയുള്ള അർജുനുമായുള്ള മൃതദേഹം ഉടൻ തന്നെ ഈ ഒരു ജംഗ്ഷനിലേക്ക് ഉടൻ തന്നെ എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. തീർച്ചയായും ഈ ആംബുലൻസിന് കടന്നു പോകാൻ സുഗമമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ക്രമീകരിച്ചിട്ടുണ്ടെന്നാണ് നേരത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ നമ്മളോട് പറഞ്ഞത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഉടൻ തന്നെ മൃതദേഹം ഇപ്പോൾ റമീസ് നിൽക്കുന്ന പൂളാടിക്കുന്നിലേക്ക്, അതായത് അവിടെ നിന്നാണ് വിലാപയാത്ര ആരംഭിക്കുന്നത്, അവിടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതെ, കൃത്യമായ സമയം നേരത്തെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു 7 മണിയോടുകൂടി പൂളാടിക്കുന്നിലേക്ക് എത്തുകയും തുടർന്ന് നേരെ 8 മണിയോടുകൂടി അർജുൻ്റെ വസതിയിലേക്ക് മൃതദേഹം എത്തും. തുടർന്ന് വീട്ടുകാർക്ക് കുറച്ച് നേരം അവിടെ അർജുൻ്റെ മൃതദേഹം കാണാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് 1 മണിക്കൂറോളം നാട്ടുകാരായ ആളുകൾക്കും മറ്റും മൃതദേഹം കാണാനുള്ളൊരു സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്നാണ് അവിടെ ഒരു സംസ്കാരം ഏർപ്പെടുത്തുക. ഇത് നേരത്തെ തന്നെ ഈ അർജുൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയൊക്കെ തന്നെ ഒരു ചെറിയ വഴിയാണ്, വലിയൊരു
വിശാലമായ വഴിയൊന്നുമല്ല എങ്കിൽ കൂടിയും നാട്ടുകാരൊക്കെയും അയൽവാസികളൊക്കെയും തന്നെ സഹകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ, മാത്രമല്ല മറ്റ് പോലീസ് സന്നാഹങ്ങളും മറ്റ് ഉദ്യോഗസ്ഥരൊക്കെയും തന്നെ നേരത്തെ തന്നെ ഇതിനു വേണ്ട ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചടങ്ങുകളെല്ലാം തന്നെ പൂർത്തീകരിക്കാനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നിലവിൽ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ശരി റമീസ്.